ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം, അതായത് ഓണത്തിന് അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നല്ലോ, വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു ദിവസമാണ്. സ്കൂളിലേക്ക് മോളെ ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവൾക്ക് നെയിൽസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. വേദന എടുക്കും എന്ന് അവൾക്ക് പേടിയാണ്. പക്ഷേ വേദന എടുപ്പിക്കാതെ ചെയ്തു കൊടുത്താലും ഭയങ്കര പേടിയാണ് അവൾക്ക്. ഞാൻ കയ്യിൽ വിരൽ വെട്ടിക്കളയോ എന്നൊക്കെ. ഈ ക്ലേയും സ്ലൈമും ഒക്കെ വെച്ച് കളിക്കുന്നതുകൊണ്ട് നഖം ഇല്ലെങ്കിൽ കൂടിയും ആ കുഞ്ഞു നഖത്തിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഈ സ്ലൈമിന് കുഴപ്പമില്ല, ക്ലേ കയറിയിരിക്കും. അത് കണ്ടാൽ അഴുക്ക് മാതിരിയേ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ് അവളുടെ നെയിൽസ് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ക്ലേയും ഒക്കെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണം എന്നാണ് പറയുക, അവരുടെ വിരലുകളൊന്ന് വഴങ്ങി വരാനായിട്ട്. അതുകൊണ്ട് പിന്നെ അതിൽ കളിക്കണ്ടെന്ന് പറയാനും പറ്റില്ല. ഈ ടൈൽസിലും പിന്നെ നമ്മുടെ കിച്ചണിലും ഓരോ പാത്രത്തിലൊക്കെ അവൾ ക്ലേ ഒട്ടിച്ച് വെക്കാറുണ്ട്. കുറച്ച് മെസ്സാക്കുമെങ്കിലും അവരുടെ നല്ലതിനാണല്ലോ എന്ന് കരുതുമ്പോൾ കളിക്കാൻ പറയും. അങ്ങനെ നെയിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ടിഫിൻ ബാഗൊക്കെ ഓൾറെഡി വാഷ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ടിഫിൻ ബാഗ്, യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് ഹറിബറി ആയിട്ട്, അത് വലിയ തിരക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. യൂണിഫോമൊക്കെ ഓൾറെഡി അയൺ ചെയ്ത് വച്ചിട്ടുണ്ട്. സ്കൂൾ ബാഗ് മാത്രം ഞാൻ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്കൂൾ ബാഗ് മെഷീനിൽ വാഷ് ചെയ്യാനുള്ളൊരു കുഞ്ഞ് ടിപ്പായത്. ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും, എനിക്കിത് അനിയത്തി പറഞ്ഞു തന്നൊരു ടിപ്പാണ്. ഇതുപോലെ പില്ലോ കവറിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്യാനൊക്കെ ഉള്ള പില്ലോ കവർ ആയാലും അതിൻ്റെ ഉള്ളിൽ ഇതിട്ട് കൊടുത്തിട്ട് ഒരു ബൺ വെച്ച് കെട്ടി വയ്ക്കുക. അപ്പോൾ എന്നിട്ട് അത് മെഷീനിൽ ഇട്ട് കൊടുത്ത് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഷൂസ് കഴുകാനും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പോർട്സ് ഷൂ, ജോഗിങ്ങിനൊക്കെ പോണ ഷൂസ്, കുട്ടികളുടെ സ്കൂളിൽ ഇടുന്ന ഷൂസൊക്കെ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഷൂസൊക്കെ ഇത്തിരി വെയിറ്റുള്ള ഐറ്റം ആയതുകൊണ്ട് ഇംബാലൻസ് വരും വെയിറ്റിൽ. അങ്ങനെ മെഷീൻ കേടാവാൻ ചാൻസ് ഉണ്ട്. ബാഗ് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗൊക്കെ അത്രയ്ക്ക് വെയിറ്റ് ഉള്ളതൊന്നും അല്ലല്ലോ. അതിട്ട് കൊടുത്തിട്ട് കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഒതുക്കാമെന്ന് കരുതി. 2 ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു എന്ന് വെച്ചാൽ പിന്നീട് വന്നതിന് ശേഷം വീണ്ടും ഒരു 2 ദിവസം എടുക്കും എനിക്ക് വീണ്ടും ഒരു ചിട്ടയിലോട്ട് വരാനായിട്ട്. കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എന്തൊക്കെ ക്ലീനാക്കി വെച്ചിട്ട് പോയാൽ 2 ദിവസം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം അതിൽ നമ്മൾ മറക്കും, അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും, അത് കേടാവും. കാരണം അത്രയും ദിവസം വച്ചുകൂടാത്ത എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്രിഡ്ജ് ക്ലീനാക്കിയിട്ട് മാത്രമേ പിന്നെ അതിനകത്ത് റീഫില്ല് ചെയ്യത്തുള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ പോയിട്ട് വന്നുകൊണ്ട് ഇനിയാണ് എല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കേണ്ടത്. അതിന് മുമ്പ് ഒരുവിധം എല്ലാം തീർത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ടൂത്ത് ബ്രഷ് എനിക്ക് 2 ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക, അതായത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതിലേക്ക് അതിനൊരു സമാധാനം കിട്ടില്ല. അപ്പം അത് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികൾ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. അത് കഴിഞ്ഞിട്ടൊക്കെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും ഒക്കെ ഒരു മടിയായിപ്പോയി. കാരണം ഇത്രയും ദിവസം ഓണത്തിന് പോയി സുഖിച്ചൊക്കെ നിന്നിട്ട് വന്നതിന് ശേഷം അങ്ങനെ പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ മടിച്ചാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. പുറത്താണെങ്കിൽ ഭയങ്കരമായ കാറ്റ്. ഇത്രയും കാറ്റെന്തിനാന്നും മനസ്സിലാവുന്നില്ല. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇനി മഴ വരാനാണോ, വരുന്ന മഴ ഈ കാറ്റ് കൊണ്ടുപോകുമെന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും കിച്ചണിൽ വന്ന് വലിയ സിമ്പിളായിട്ടാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അഗസ്തിപ്പൂവാണ്. ഇത് അഗസ്തിപ്പൂവിൻ്റെ ഒരു തോരൻ വയ്ക്കാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. വീട്ടിലായിരുന്ന സമയത്ത് അമ്മ ഇതിൻ്റെ വെള്ളപ്പൂവ് ഒത്തിരി തോരൻ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിങ്ക് കളർ പൂവാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്. വീട്ടിലൊക്കെ മേടിക്കാതെ തന്നെ അപ്പുറത്തുനിന്നൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് മേടിച്ച് കിട്ടിയതാണ്. അങ്ങനെ കുറച്ച് കേടായ പൂക്കളെല്ലാം ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ടിന്നിലിട്ട് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് വാർന്നെടുക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്യണമെന്നറിയില്ല. പിന്നെ എന്തെങ്കിലും പൂവൊക്കെ ഇല്ലേ എൻ്റെ ഉള്ളിൽ ഉറുമ്പോ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ പോകട്ടെ എന്ന് കരുതി. ഇതിൻ്റെ ക്ലീനിങ് വളരെ സിമ്പിളാണ്. ആ ഞെട്ട് വരുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുക. പിന്നെ നമ്മുടെ പോളൻ
ആ പൂമ്പൊടി ഇരിക്കുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്യുക. നീണ്ടൊരു തണ്ട് കാണും, അതിൻ്റെ ഭാഗം കുറച്ചൊന്ന് നുള്ളി കളഞ്ഞിട്ട് നമുക്ക് നല്ല പൂവ് നോക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫസ്റ്റ് ടൈം ഞാൻ വെക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെ ആവും എന്നറിയില്ല. ഞാനിപ്പോൾ ഇത് സവോള അരിഞ്ഞു വെച്ച് അത് ഒരുമിച്ചിട്ടാണ് നമ്മൾ നോർമൽ തോരൻ വയ്ക്കുന്ന കണക്കാണ് ആക്കി എടുക്കുന്നത്. ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടന്, അതായത് എൻ്റെ ഹസ്ബൻഡിന് പാവയ്ക്ക ജ്യൂസ് അടിച്ചു കൊടുക്കുമോ ചോദിച്ചു. അപ്പോൾ ഇത് നല്ല നാടൻ പാവയ്ക്കയാണെന്നാണ് കടയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നാടൻ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ സൈസ് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. എന്തു വലുതായത്! ഞാനിതൊന്ന് പിടിച്ചിട്ട് എൻ്റെ വിരലുകൾ പരസ്പരം കൂട്ടുമുട്ടുന്നതിൽ ഇത്രയും വലിയ പാവയ്ക്ക ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. അങ്ങനെ അത് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാൻ വളരെ കുറച്ച് മതിയല്ലോ, ബാക്കിയപ്പോൾ വിഴുക്ക് വരട്ടിയാക്കാമെന്ന് കരുതി മൊത്തം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാവയ്ക്ക ജ്യൂസൊക്കെ എങ്ങനെയാണ് കഴിക്കാമെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ മോള് ഒന്ന് ടേസ്റ്റ് ചെയ്യും ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത്. ഇവർക്കൊക്കെ ഇത് എങ്ങനെ കുടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവൾ ഒരു സിപ്പ് എടുക്കത്തുള്ളൂ, അപ്പോഴത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈ ജ്യൂസ് ഐറ്റംസ് കണ്ടാൽ പുള്ളിക്കാരിക്ക് അത് കുടിക്കാനായിട്ട് ഭയങ്കര ടെംപ്റ്റേഷനാണ്. നമ്മളത് കഴിക്കും എന്ന് പറഞ്ഞാലും ഒരു സിപ്പ് എടുത്ത് ടേസ്റ്റ് നോക്കി അതിൻ്റെ കൈ പറഞ്ഞിട്ടേ അവൾ വേണ്ടെന്ന് വയ്ക്കുള്ളൂ. അങ്ങനെ ഞാനത് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അരിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്താണ് വിഴുക്ക് വരട്ടുന്നത്. അപ്പോൾ ഏത് മിക്സി ആണെങ്കിലും, ഇങ്ങനത്തെ ബുള്ളറ്റിൻ്റെ ആണെങ്കിലും നോർമൽ മിക്സി ജാറാണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് ആ വെള്ളം കഴുകി കളഞ്ഞിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലേഡിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇരുന്ന് അറിയില്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ച ഐറ്റം ആണെങ്കിൽ കൂടിയും എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് കേടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ സമാധാനത്തിന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടേ ഏത് മിക്സി യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഇതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു പീസ് ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും പാവയ്ക്കയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതിനെ അരിച്ചെടുത്ത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൈറ്റാക്കിയിട്ടാണ് കുടിക്കാനായിട്ട് എടുക്കാറ്. ഇതിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലെ പത പോലെ നല്ല ഫോമി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഐസ്ക്രീം പോലെയൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ട് കുറച്ച് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ ചിന്തിച്ചു എന്തിൻ്റെ കേടായിരുന്നു, എത്ര തന്നെ ആയാലും പാവയ്ക്കയിൽ നിന്ന് വന്ന പതയല്ലേ, അടിപൊളിയായിരുന്നു. ആ വായുടെ ടേസ്റ്റ് പിന്നെ ഞാൻ ആ കയ്പിൽ നിന്ന് മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ അത് അടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു അഗസ്തിപ്പൂവിൻ്റെ തോരനാക്കുവാണ്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നോർമൽ തോരൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ താളിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ അഗസ്തിപ്പൂവ് അരിഞ്ഞതും അതുപോലെ തന്നെ സവോള അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാണ് ഉണ്ടായത്. അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് നമ്മൾ നോർമൽ അരപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്താണ് ആ തോരൻ ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ എന്നെ വിളിച്ചു. അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, തീർന്നു വന്ന് എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ ഒരു പില്ലോ കവറിൽ ഇട്ട് കൊടുത്ത ബാഗ് ഒട്ടും തന്നെ തുറന്നൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ടും ഉണ്ടാവും. അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് കരുതി മുകളിലോട്ട് പോയി എല്ലാ തുണി വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ പില്ലോ കവറും വാഷ് ചെയ്തിട്ടും ബാഗും വാഷ് ചെയ്തിട്ടും ബണ്ണും വാഷ് ചെയ്തിട്ട് ഹെയർ ബൺ, ഞാൻ ബണ്ണ് വാഷ് ചെയ്യാറുണ്ട് ഇതുപോലെ. അപ്പോൾ ഇതെനിക്ക് വാഷിംഗ് മെഷീനിലിട്ടല്ല, നോർമലി അല്ലാതെ നമ്മൾ സോപ്പ് വാട്ടറിലിട്ട്. കാരണം മോള് ഇപ്പോൾ ക്രഞ്ചീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കാക്കും, അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് എടുക്കാറുണ്ട്. ഇനി ഒരു ഓംലെറ്റാണ്, അത് ജസ്റ്റ് ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കാൻ കരുതി. ഇത്രയും സിമ്പിളായിട്ട് ചോപ്പർ യൂസ് ചെയ്ത് ആരും ഓംലെറ്റ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? വളരെ സിമ്പിൾ, കുറച്ച് ടേസ്റ്റി വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇൻഗ്രീഡിയൻസിലൊന്നും വ്യത്യാസമില്ല, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനായിട്ട് ചോപ്പറിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. മുട്ടയും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നല്ല പതഞ്ഞ് വരും. പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയത്തില്ലേ, മുട്ട എത്രത്തോളം പതച്ചെടുക്കുന്നു അത്രയും ഓംലെറ്റിന് ടേസ്റ്റ് കൂടുമെന്ന്.
അപ്പോൾ അതുപോലെ പിന്നെ ഈ ചോപ്പറിൻ്റെ ആ ഒരു വലിക്കുന്ന സാധനം ഞാൻ എപ്പോഴും തിരിച്ചാണ് വയ്ക്കുക. കാരണം വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. അത് പോകണമെങ്കിൽ ചോപ്പർ പ്രോപ്പറായിട്ട് ആ വലിക്കുന്ന സാധനം അടയ്ക്കാതെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെള്ളം മാർന്നു പോകാൻ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളവും പോവും. അങ്ങനെ ചോപ്പറിനകത്തുനിന്ന് നല്ല രീതിയിൽ അത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓംലെറ്റിന് ചെറിയ ഒരു സ്വീറ്റ്നെസ് കാണും. അത് വേറൊന്നിൻ്റെ അല്ല, നമ്മുടെ സവോളയുടെ സ്വീറ്റ്നെസ് ആണ്. ചോപ്പറിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള ഓംലെറ്റ് കിട്ടും. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ മോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഓംലെറ്റ് കഴിക്കും. നോർമലായിട്ട് വെച്ച് കൊടുത്താൽ കഴിക്കാറില്ല. പിന്നെ ആ ഒരു സവോള നന്നായിട്ട് ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫ്ലിപ്പ് ചെയ്യുന്നൊരു അസുഖമുണ്ട്. അതായത് എത്ര റിസ്ക് എടുത്താലും ഞാൻ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തിടും. ഈ ചപ്പാത്തിയൊക്കെ ഇത് ഫ്ലിപ്പ് ചെയ്യുന്ന കണക്ക് ഞാൻ ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കിയാലും ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓംലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കും കുഞ്ഞിനും കൂടിയുള്ള ചോറാണ്. ഞാൻ അവൾക്ക് കൂടി വാരി കൊടുത്തിട്ട് കഴിക്കുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.